ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, വണ്ടൂർ ജാമിഅ വഹബിയ അറബിയയുടെ വജ്ര ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നടത്തപ്പെടുന്ന ഇസ്ലാം 60 പ്രഭാഷണങ്ങൾ എന്ന പ്രഭാഷണ പരമ്പരയിലെ ഇസ്ലാം കരുണയുടെ കാതൽ എന്ന സെഷനിൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന ജിഹാദ് എന്ന വിഷയത്തിലാണ് ഇന്ന് സംസാരിക്കുന്നത്. അള്ളാഹു കനിഞ്ഞേകിയ വിശുദ്ധ ഇസ്ലാം കാലത്തിന്റെ പ്രവാഹത്തിൽ പല ദർശനങ്ങളും വിസ്മരിക്കപ്പെടുകയോ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയപ്പെടുകയോ ചെയ്തിട്ടുണ്ടെങ്കിലും നൂറ്റാണ്ടുകളായി ഒരു അക്ഷരം പോലും മാറ്റം വരാതെ പ്രകാശിച്ചു നിൽക്കുന്ന ആധികാരികതയാണ് ഇസ്ലാമിന്റെ കരുത്ത് എന്നത്. ഊഹങ്ങളുടെയോ കേട്ടുകേൾവികളുടെയോ മണൽത്തറയിലല്ല, മറിച്ച് മാറ്റമില്ലാത്ത ദിവ്യ വെളിപാടുകളുടെയും ചരിത്ര സത്യങ്ങളുടെയും പാറപ്പുറത്താണ് ഇസ്ലാം നിലകൊള്ളുന്നത്. അത്തരത്തിലുള്ള ഇസ്ലാമിന്റെ മുഖത്ത് കരിവാരി തേക്കുവാനും ഇസ്ലാമിന്റെ സുന്ദരമായ മുഖം വികൃതപ്പെടുത്തുവാനും ഇസ്ലാമോഫോബിയ ലോകത്താകെ പടർത്തി ഇസ്ലാമിനെ അന്യം നിർത്തുവാനുമുള്ള ശത്രുക്കളുടെ പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അതിനവർ ഉപയോഗിക്കുന്ന ഒരു കരുവാണ് ജിഹാദ് എന്ന വാക്ക്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, ഇസ്ലാം എന്നത് ഒരു സമ്പൂർണ്ണ മതമാണ്. ഒരു മതം എന്ന് പറയുമ്പോൾ സമൂഹത്തിൽ തീർച്ചയായും ചില ധാരണകൾ ഉണ്ടാകും. തീർത്തും വ്യക്തിപരമായി ആരാധനകളും മന്ത്രങ്ങളും ഒക്കെ ഉരുവിട്ട് തന്റേതായ സ്വകാര്യതയിൽ ഒരു വ്യക്തി തന്റെ ഇഷ്ടപ്പെട്ട ദൈവത്തെ ആരാധിക്കുന്ന ഒരു പ്രക്രിയയാണ് മതം എന്നത്. ഇത് തീർത്തും ഒരു തെറ്റായ ധാരണയാണ്. ഇസ്ലാം എന്നത് ഒരു സമ്പൂർണ്ണ മതം എന്ന നിലയിൽ അത് ഒട്ടും വ്യക്തിപരമല്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഒരു വ്യക്തിക്ക് ആവശ്യമായ എല്ലാ മാർഗനിർദ്ദേശങ്ങളും ഇസ്ലാം നൽകുന്നുണ്ട്, ദൈവികമായ മാർഗനിർദ്ദേശങ്ങൾ. ആ ഒരു വ്യക്തി എന്നത് ഒരു വീട്ടമ്മയാകാം, ഒരു കുടുംബനാഥനാകാം, ഒരു വിദ്യാർത്ഥിയാകാം, ഒരു വ്യാപാരിയോ വ്യവസായിയോ ആകാം, ഒരു ഭരണാധികാരിയോ രാജാവോ ആകാം, അതൊന്നുമില്ലാത്ത ഒരാളാകാം, അതുമല്ലെങ്കിൽ കൈയിനോ കാലിനോ സ്വാധീനമില്ലാത്ത ഒരു ഭിന്നശേഷിക്കാരനാവാം. ആരുമാവട്ടെ, അവർക്കെല്ലാം ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നുണ്ട്. അവനവൻ ഏതവസ്ഥയിലാണോ ഉള്ളത് അവർ അത് സ്വീകരിക്കണം എന്ന് മാത്രം. അപ്പോൾ സ്വാഭാവികമായും ഇസ്ലാമിന് ഒരു രാഷ്ട്രീയമുണ്ട്, രാഷ്ട്രമീമാംസയുണ്ട്. മുസ്ലിമീങ്ങൾ ഒരു രാജ്യം ഭരിക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കണം അവിടുത്തെ ജനങ്ങളിലേക്ക് നീതി എത്തിക്കേണ്ടത്, നീതി നടപ്പിലാക്കേണ്ടത്? സ്വാഭാവികമായ നീതി, സ്വാതന്ത്ര്യം എങ്ങനെയാണ് അവർക്ക് നൽകേണ്ടത്? ജനക്ഷേമ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നടപ്പിലാക്കേണ്ടത്? എന്തൊക്കെയായിരിക്കണം അവിടുത്തെ പ്രവർത്തനങ്ങൾ എന്നെല്ലാം ഇസ്ലാമിന് കാഴ്ചപ്പാടുകളുണ്ട്. തൊട്ടു മുമ്പത്തെ ക്ഷേമരാഷ്ട്രം എന്നുള്ള വിഷയം കേൾക്കുകയാണെങ്കിൽ നമുക്കതെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഒരു രാജ്യമായി നിലനിൽക്കുന്ന സമയത്ത്, രാജ്യത്തിന്റെ ഭരണാധികാരം മുസ്ലിങ്ങളുടെ കയ്യിലാകുന്ന സമയത്ത് ഒരു ഭരണാധികാരി എന്ന നിലയിൽ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ എന്തെല്ലാമാണ്, നിർവഹണങ്ങൾ എന്തൊക്കെയാണ് എന്നതിലെല്ലാം കാഴ്ചപ്പാടുകളുണ്ട്. ഒരു ഭരണാധികാരിയെ സംബന്ധിച്ചിടത്തോളം ആ നാട്ടിലെ ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തൽ അവിടുത്തെ ഉത്തരവാദിത്തമാണ്. അതിനു പുറമെ ആ നാടിനു വേണ്ട വികസന പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ട്, ആ നാടിനെ സംരക്ഷിക്കേണ്ടതുണ്ട്, സൈനികപരമായ പല സ്ഥാപനങ്ങൾക്കും രൂപം നൽകേണ്ടതുണ്ട്, ആ സൈന്യത്തിന് നിർദ്ദേശങ്ങൾ നൽകേണ്ടതുണ്ട്, അയൽപക്കത്തുള്ള രാജ്യങ്ങളുമായി എങ്ങനെ പെരുമാറണം എന്നുള്ള കാര്യങ്ങളുണ്ട്. അതിനെല്ലാത്തിനും പുറമെ അയൽപക്കത്തുള്ള രാജ്യങ്ങൾ ശത്രുതയോടുകൂടെ ഈ രാജ്യത്തെ നയങ്ങളോടും തീരുമാനങ്ങളോടും ശത്രുതാ മനോഭാവത്തോടുകൂടി പെരുമാറുകയാണെന്നുണ്ടെങ്കിൽ അവരോട് എങ്ങനെ പെരുമാറണം? അവർ ഈ രാജ്യത്തുള്ള പ്രജകളെയും രാജ്യത്തെയും ആക്രമിക്കുകയാണെങ്കിൽ അവരോട് എങ്ങനെ സഹവർത്തിത്വം പുലർത്തണം, ഏത് രീതിയിൽ പ്രതികരിക്കണം എന്ന വിഷയങ്ങളിലെല്ലാം ഇസ്ലാമിന് കാഴ്ചപ്പാടുകളുണ്ട്. ഇതെല്ലാം മതം പറയേണ്ടതാണോ എന്നതാണ് ഇവിടെ ഉയരുന്ന ഒരു ചോദ്യം. എന്നാൽ ഈ വിഷയങ്ങളിലെല്ലാം മതത്തിന് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട് എന്നതാണ് ഇസ്ലാമിന്റെ പ്രത്യേകത. അനീതി സംഭവിക്കാതിരിക്കുവാനും അക്രമങ്ങൾ ഉണ്ടാകാതിരിക്കുവാനും വേണ്ടിയാണ് ഈ കൃത്യത. അത് അതിൻ്റെതായ മേഖലയിൽ ആ രൂപത്തിൽ രാജ്യത്തെ അധികാരം കൈയാളുന്നവർ അത് ശ്രദ്ധിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുകയാണ് വേണ്ടത്. അതില്ലാത്തവർ അതിനെപ്പറ്റി ആശങ്കപ്പെടേണ്ട ഒരു കാര്യവും ഇവിടെയില്ല. ഇവിടെ ഒരു ചെറിയ തെറ്റിദ്ധരിപ്പിക്കൽ നടക്കുന്നത് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇസ്ലാം ഇത്തരം രാഷ്ട്രീയപരമായ വിഷയങ്ങളെ എടുത്ത് അതൊക്കെ
പണ്ഡിതന്മാരെ വാർത്തെടുക്കുന്ന വിദ്യാലയങ്ങളിലും മദ്രസകളിലും സ്ഥാപനങ്ങളിലും ഒക്കെ പഠിപ്പിക്കാറുണ്ട്. തിയറി പഠിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത് ചെയ്യാറുള്ളത്. എന്നാൽ ഇതൊക്കെ മുൻനിർത്തി ഇസ്ലാം ഇതൊക്കെയാണ് പഠിപ്പിക്കുന്നത്, രാഷ്ട്ര നിർമ്മാണത്തെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്, സൈനിക നീക്കങ്ങൾക്കാണ് പ്രേരിപ്പിക്കുന്നത് എന്ന തെറ്റായ ഒരു ആഖ്യാനമുണ്ടാക്കി ഇസ്ലാമിനെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഇതെല്ലാം തീർത്തും തെറ്റിദ്ധരിപ്പിക്കലാണ് എന്ന് ഞാൻ ഇവിടെ സാന്ദർഭികമായി ഉണർത്തുകയാണ്. അപ്പോൾ ചുരുക്കത്തിൽ ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ നിലനിൽപ്പും സുരക്ഷയും രാഷ്ട്രീയ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട നിയമങ്ങളുമൊക്കെയാണ് ജിഹാദിന്റെ ബാബിൽ ചർച്ച ചെയ്യുന്നത്. എന്നാൽ ജിഹാദിന്റെ പേരിൽ അങ്ങേയറ്റം ഇസ്ലാമിനെ ആക്രമിക്കുവാനും ഇസ്ലാമിന്റെ മുഖം വികൃതമാക്കുവാനുമുള്ള തെറ്റായ ശ്രമങ്ങൾ നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഒരു രാജ്യം എന്ന നിലയിൽ ആ രാജ്യത്തിന് വരുന്ന അവകാശങ്ങളെപ്പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കുക. ആ രാജ്യത്തിന് ചില നയങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ ഉണ്ടാകും. ആ നയങ്ങളും ലക്ഷ്യങ്ങളുമാണ് ആ രാജ്യത്ത് നടപ്പിലാവുക. ആ നയങ്ങൾക്കും ലക്ഷ്യങ്ങൾക്കും എതിരെ നിൽക്കുന്ന ഏതൊരാളെയും രാജ്യദ്രോഹിയായി മുദ്ര കുത്തപ്പെടും എന്നുള്ള കാര്യത്തിൽ തർക്കവുമില്ല. അപ്പോൾ ആ രാജ്യം സ്വാഭാവികമായിട്ടും സമ്പൂർണമായി ആ രാജ്യത്തിന് എതിരെ നിൽക്കുന്ന ഏതൊരു വ്യക്തിയെയും അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ആവശ്യമായ നടപടികൾ കൈക്കൊള്ളും. ചിലപ്പോൾ അക്രമം നേരിടുകയാണ് എന്നുണ്ടെങ്കിൽ പ്രതിരോധിക്കും, ചിലപ്പോൾ തിരിച്ചാക്രമിക്കും, മറ്റു ചിലപ്പോൾ സൈനിക മുന്നേറ്റങ്ങൾ നടത്തുകയും ആവശ്യമായിട്ട് വരും. ഇതെല്ലാം പഴയ കാലത്തും പുതിയ കാലത്തുമെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇതിനൊന്നും ആ രാജ്യത്തിന് അവകാശമില്ല എന്ന് ആരും തന്നെ അവകാശപ്പെടുന്നില്ല. ഇത് ഇസ്ലാമിനും ബാധകമാണ്. ഇസ്ലാം പ്രത്യയശാസ്ത്രപരമായി നിലനിൽക്കുന്ന രാജ്യങ്ങളിൽ ഈ വിധം സുരക്ഷയൊരുക്കൽ ഇസ്ലാമിനും ബാധകമാണ്. അതിന്റെ പേരിൽ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി മുസ്ലിമീങ്ങളെ മാത്രം തീവ്രവാദികളായും അക്രമികളായും മറ്റും മുദ്രകുത്തപ്പെടുന്നത് തീർത്തും ഒരു ഇരട്ടത്താപ്പ് നയമാണ്. ജിഹാദ് എന്ന പദത്തിന്റെ അർത്ഥം അധ്വാനിക്കുക, പരിശ്രമിക്കുക, സ്വന്തം കഴിവ് ചെലവഴിക്കുക എന്നെല്ലാമാണ്. ജിഹാദിന് ആത്മീയമായ മറ്റൊരർത്ഥം കൂടിയുണ്ട്. സ്വന്തം ദേഹേച്ഛകളെ വെടിഞ്ഞുകൊണ്ട് ഉപേക്ഷിച്ചുകൊണ്ട് ഇച്ഛകളെ അടിച്ചമർത്തിക്കൊണ്ട് ദൈവപ്രീതിക്കായി ഒരു മനുഷ്യൻ പരിശ്രമിക്കുന്നതിന്റെ പേരാണ് ജിഹാദ്. ഇതിനെയാണ് ജിഹാദുൽ അക്ബർ എന്ന് ആദരവായ നബിതിരുമേനി വിശേഷിപ്പിച്ചത് എന്ന് നമുക്കറിയാം. മുൻപ് സൂചിപ്പിച്ചതുപോലെ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുന്നതിനെയാണ് ചെറിയ ജിഹാദ് എന്ന് പറയുന്നത്. ഒരു മുസ്ലിം ഭരണത്തിൽ ഇസ്ലാമികമായി ഭരിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു രാജ്യം അതിർത്തി രേഖപ്പെടുത്തുകയും നിർണയിക്കുകയും അതിർത്തിയിൽ ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ നടത്തുകയും വേണം. ഇന്നത്തെ രാജ്യങ്ങൾ അതിർത്തി രേഖപ്പെടുത്തുകയും സുരക്ഷാ ക്രമീകരണങ്ങൾ നടത്തിയതുപോലെ തന്നെ ഇസ്ലാം നിഷ്കർഷിക്കുന്നത് വർഷത്തിലൊരിക്കൽ ആ രാജ്യം സൈനിക സംബന്ധമായ സുരക്ഷാ സംബന്ധമായ നീക്കങ്ങൾ ചെയ്യേണ്ടതാണ് എന്നാണ്. വർഷത്തിലൊരിക്കൽ അത് ചെയ്യൽ നിർബന്ധമാണ്. ഈ ജിഹാദ് എന്തായിരിക്കാം? ഇത് സാധാരണ പോലെ അതിർത്തിയിൽ നടത്തുന്ന ഒരു സൈനിക പരേഡ് ആകാം, അതിർത്തിയിലെ കോട്ട കെട്ടി സംരക്ഷിക്കുന്നത് പോലെയുള്ള മറ്റു പ്രവർത്തനങ്ങളാകാം, സൈനിക അഭ്യാസങ്ങളോ മറ്റുമാകാം. ഇന്ന് നാം കാണാറുള്ളത് പോലെ വിവിധ തരം തോക്കുകളും യന്ത്രങ്ങളും ടാങ്കുകളും ഫൈറ്റർ ജെറ്റുകളും ഡ്രോണുകളും കപ്പലുകളും എല്ലാം അണിനിരത്തിയുള്ള അഭ്യാസ പ്രകടനങ്ങൾ, സംയുക്ത സൈനിക അഭ്യാസങ്ങൾ നാം കാണാറുണ്ട്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വർഷത്തിലൊരിക്കൽ നടത്തൽ ആ രാജ്യത്തിന് നിർബന്ധമാണ് എന്നാണ് ഇസ്ലാം നിഷ്കർഷിക്കുന്നത്. ഇതിനെയാണ് വർഷത്തിലൊരിക്കൽ നിർബന്ധമായ ജിഹാദ് എന്ന് പറയുന്നത്. ഇതിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് മുസ്ലിമീങ്ങൾക്ക് കൊല്ലത്തിലൊരിക്കൽ ജിഹാദ് ചെയ്യൽ നിർബന്ധമാണ് എന്നും അത് അമുസ്ലിമീങ്ങളെ നശിപ്പിക്കുക എന്നതുമാണ് എന്നെല്ലാം ചിലർ പറഞ്ഞു പരത്തുന്നത്. ഇതിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് മുസ്ലിങ്ങൾക്ക് കൊല്ലത്തിലൊരിക്കൽ ജിഹാദ് നിർബന്ധമാണ് എന്നും അമുസ്ലിങ്ങളെ നശിപ്പിക്കലാണ് അത് എന്നും ചിലർ പറയാറുള്ളത്. ഇസ്ലാമിക രാജ്യത്ത് പോലും മുസ്ലിങ്ങളല്ലാത്തവരെ നശിപ്പിക്കുക എന്നൊരു നയം ഇസ്ലാമിന് ഇല്ല എന്ന് മാത്രമല്ല, മുസ്ലിങ്ങളല്ലാത്തവരെ നിയമവിധേയമായി ആ രാജ്യത്തിനുള്ളിൽ താമസിപ്പിച്ച് അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് സംരക്ഷിക്കുക എന്നുള്ളതാണ് ഇസ്ലാമിന്റെ രീതി. അല്ലാതെ
മുസ്ലിങ്ങളല്ലാത്തവരെല്ലാം പുറത്തു പോകണമെന്നോ അവരെയെല്ലാം വധിക്കണമെന്നുള്ള ഒരു നയം ഇസ്ലാമിന് ഇല്ല. വിശ്വാസികളല്ലാത്ത എല്ലാവരെയും നശിപ്പിക്കുന്ന ഒരു നശീകരണ യുദ്ധം എന്നൊരു കാഴ്ചപ്പാട് ഇസ്ലാമിന് ഇല്ലേ ഇല്ല. ഇവിടെ നമുക്ക് ചില കണക്കുകൾ വെച്ച് സംസാരിക്കാം. ഇസ്ലാമിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരിട്ട് നേതൃത്വം കൊടുത്തതും പ്രതിനിധികളെ അമീറന്മാരെ നിയോഗിച്ചതുമായ ആകെ യുദ്ധങ്ങളുടെ എണ്ണം ഏകദേശം 100-ൽ താഴെ മാത്രമാണ്, 75ഓളമാണ്. അതിൽ നിന്നെല്ലാം ആകെ മുസ്ലിങ്ങളുടെയും അമുസ്ലിങ്ങളുടെയും എല്ലാം ഭാഗത്തു നിന്ന് കൊല്ലപ്പെട്ടവരുടെ ആകെ എണ്ണം 1000-നോളം അടുത്ത് മാത്രമാണ്, 1000ഓളമോ അതിനടുത്ത് മാത്രമാണ്. എന്നാൽ യുദ്ധം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, ഒരു തത്വം ലോകത്ത് അവതരിപ്പിച്ചത് ഇസ്ലാം ഒന്നുമല്ല. അതിനു മുമ്പും അതിനു ശേഷവുമെല്ലാം അതിഭീകരമായ യുദ്ധങ്ങൾക്ക് ഈ ലോകം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഇതിഹാസമായി ഗണിക്കപ്പെടുന്ന മഹാഭാരതത്തിലെ സ്ത്രീപർവം, കുരുക്ഷേത്ര യുദ്ധത്തിന് ശേഷം മരിച്ചവർക്ക് ബലിതർപ്പണം നടത്തുന്ന സമയത്ത് ധൃതരാഷ്ട്രർ യുധിഷ്ഠിരനോട് യുദ്ധത്തിൽ മരിച്ചവരുടെ കൃത്യമായ എണ്ണം ചോദിക്കുമ്പോൾ അതിന് നൽകുന്ന മറുപടി 166,20,000 പേർ കൊല്ലപ്പെട്ടു എന്നാണ്. ഇത് കാവ്യാലങ്കാരമായി പറഞ്ഞതാകാം. എന്നിരുന്നാലും അത്രയും വലിയ ഒരു ജീവഹാനി അവിടെ സംഭവിച്ചതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ക്രൈസ്തവ പൗരോഹിത്യത്തിനെതിരെ, ഫ്യൂഡലിസത്തിനെതിരെ നടന്ന വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന ഫ്രഞ്ച് വിപ്ലവത്തിൽ കൊല ചെയ്യപ്പെട്ട സാധാരണക്കാരുടെ എണ്ണമാണ് 2 ലക്ഷം. റഷ്യൻ വിപ്ലവം, കമ്മ്യൂണിസ്റ്റ് വിപ്ലവമായി അറിയപ്പെടുന്ന റഷ്യൻ വിപ്ലവത്തിൽ കൊല ചെയ്യപ്പെട്ടവരുടെ എണ്ണം 1,20,00,000-ഓളം പേരാണ്. അതോടൊപ്പം തന്നെ ആയുധ കച്ചവടത്തിന്റെ പേരിൽ ലോകതെമ്മാടികൾ നടത്തിയ 1-2 ലോകമഹായുദ്ധങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം പരിശോധിക്കുകയാണെങ്കിൽ കണക്കുണ്ടാവില്ലത്രേ. ഹിരോഷിമയിലും നാഗസാക്കിയിലും കേവലം ഒരു രാജ്യം പിടിച്ചെടുക്കുന്നതിന്റെ ഭാഗമായി, തങ്ങളുടെ നയങ്ങളും അഭിലാഷങ്ങളും ലക്ഷ്യങ്ങളും നടപ്പാക്കുന്നതിന്റെ ഭാഗമായി അമേരിക്ക എന്ന ലോക പോലീസ് കൊന്നൊടുക്കിയ പാവപ്പെട്ടവരായ മനുഷ്യരുടെ എണ്ണങ്ങൾക്ക് കണക്കില്ല. ഇസ്ലാമിന് നേരെ ശരവയ്യുന്നവർ, ഇസ്ലാമിന്റെ ജിഹാദിനെതിരെ സംസാരിക്കുന്നവർ, അമുസ്ലിമീങ്ങളെ കൊല്ലപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്ന് കരയുന്നവർ, പരിതപിക്കുന്നവർ എന്തേ ഈ വലിയ അക്കങ്ങളിലേക്കും വലിയ അളവുകളിലേക്കും വലിയ വലിയ മരണസംഖ്യകളിലേക്കും ഒന്നും നോക്കാത്തത് എന്നതിൽ അത്ഭുതമില്ല. കാരണം ഇവരുടെ എല്ലാം ലക്ഷ്യം ഇസ്ലാമാണ്. ഇസ്ലാമിന്റെ സുന്ദരമായ ശോഭനമായ മുഖത്തെ പിച്ചു ചീന്തുവാൻ, വികൃതമാക്കുവാൻ, വികലപ്പെടുത്തുവാൻ ഇവർ നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമാണ് ഈ പറയുന്ന ആരോപണങ്ങളും ഈ പരത്തുന്ന തെറ്റിദ്ധാരണകളും എല്ലാം എന്ന് നമുക്ക് മനസ്സിലാക്കാം. ചുരുക്കത്തിൽ ഈ പറയപ്പെട്ട ലോകമഹായുദ്ധങ്ങളെല്ലാം വംശീയമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു, ഭൗതികമായ വിഭവങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു, മറ്റു രാജ്യങ്ങളെ കവർച്ച ചെയ്യുവാനും കീഴ്പ്പെടുത്തുവാനും വേണ്ടിയിട്ടുള്ളതായിരുന്നു, സാമ്രാജ്യത്വത്തിന്റെയും കോളനിവൽക്കരണത്തിന്റെയും ഭാഗമായിരുന്നു, തങ്ങളുടെ അപ്രമാദിത്വം മറ്റുള്ളവർ അംഗീകരിക്കുവാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ലൗകിക മോഹങ്ങളൊന്നും ബാധിച്ചിട്ടില്ല. ഇത്തരത്തിലുള്ള രാജ്യങ്ങളെ ആക്രമിക്കുകയോ അവിടുത്തെ മാനവ സമൂഹങ്ങളുടെ സ്വസ്ഥത നശിപ്പിക്കുകയോ ചെയ്യുന്നതായുള്ള നടപടികളെ ഒന്നും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. അപ്പോൾ വലിയ അളവിലുള്ള തെറ്റിദ്ധരിപ്പിക്കലാണ് ഇവിടെ നടക്കുന്നത്. ജിഹാദ് സമം യുദ്ധം, ജിഹാദ് സമം അമുസ്ലിമീങ്ങളെ കൊല്ലൽ, ഇത്തരത്തിലുള്ള പ്രൊപ്പഗണ്ടകൾ പ്രചരിപ്പിച്ചുകൊണ്ട്, ഇത്തരത്തിലുള്ള ആഖ്യാനങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ മുഖം അവർ വികൃതമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമോഫോബിയ പടർത്തിക്കൊണ്ട് ഇസ്ലാമിനെ അന്യം നിർത്തുവാൻ വേണ്ടി താല്പര്യപ്പെടുകയാണ്. ഈ തെറ്റിദ്ധരിപ്പിക്കലുകൾക്ക് പിന്നിൽ ഇസ്ലാമിന്റെ വെളിച്ചം തടഞ്ഞു നിർത്തുക എന്നുള്ളതാണ് ലക്ഷ്യം. പരിശുദ്ധ ദീനിന്റെ ഉയർച്ചയിലുണ്ടായ വിപ്ലവമാണ് പ്രശ്നം. യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട്, സത്യം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.